പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 21 സങ്കീർത്തനം 6 വാക്യം, നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു, നിൻ്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരനായ ദാവീദിന് ദൈവത്തോട് പറയുന്നു, കർത്താവേ, നീ നിൻ്റെ ദാസനെ എന്നേക്കും അനുഗ്രഹിക്കുന്നു, എന്നേക്കും അനുഗ്രഹ സമൃദ്ധി അവന് നൽകുന്നു. ദൈവത്തിൻ്റെ മക്കൾക്ക് അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരത്രേ. ഉൽപ്പത്തി പുസ്തകം 12 അധ്യായം 2 വാക്യം വായിക്കുമ്പോൾ ഒരു ദൈവ പൈതലിനെ ദൈവം എങ്ങനെയൊക്കെ അനുഗ്രഹിക്കുമെന്ന് അവിടെ വിശദമായിട്ട് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു. നീ ഒരു ദൈവ പൈതലിനെ എന്നേക്കും അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി കൊണ്ട് നിറയ്ക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 12:2 പറയുന്നു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. നോക്ക്, ദൈവം തൻ്റെ ദാസനായ അബ്രഹാമിനെ എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നതെന്ന്. അവൻ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നത് ഇങ്ങനെയത്രേ. ജീവിതത്തിൽ ഏത് ആവശ്യത്തിനും ഏതിനും മതിയായ ദൈവം, തന്നെ അനുസരിക്കുന്ന, തൻ്റെ വിളി കേട്ട് പുറപ്പെടുന്ന ഒരു അഭിഷിക്തനെ ദൈവം ഇങ്ങനെയാണ് വലുതാക്കുന്നത്. അവനെ അനുഗ്രഹിക്കും, അവനൊരു അനുഗ്രഹ വിഷയമായിരിക്കും, അവൻ്റെ പേര് വലുതാക്കും, അവൻ കാലുവെക്കുന്ന ദേശം അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൻ്റെ വചനം കേട്ട് ഇന്ന് രാവിലെയും നാം നമ്മുടെ ചുവടുകളെ ക്രമീകരിക്കുമ്പോൾ നിശ്ചയമായി എന്നേക്കും അനുഗ്രഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ജീവിതത്തിൽ ശപിക്കുവാൻ, എതിര് പറയുവാൻ, പലതും വിരോധമായി പറയാൻ ശത്രു എഴുന്നേൽക്കുമ്പോൾ ശത്രുവിൻ്റെ വായെ അടച്ച് മുന്നോട്ട് പോകാൻ ദൈവം നമുക്ക് കൃപ നൽകും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും എന്ന് അരുളി ചെയ്ത ദൈവം ഇന്ന് പകൽക്കാലവും നമ്മെ അനുഗ്രഹിപ്പാൻ വിശ്വസ്തനായ ദൈവമത്രേ. സങ്കീർത്തനക്കാരൻ പറയുന്നു, നിൻ്റെ ദാസനെ നീ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കും, എന്നേക്കും അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയാക്കും. അവനെ ഒരു അനുഗ്രഹ വിഷയമാക്കി മാറ്റും. എന്താ കാരണം? ഒന്ന്, അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ നാം വായിച്ചു, അവൻ്റെ വിളി കേട്ട് അനുസരിച്ചു, അവൻ്റെ വിളി കേട്ട് ഇറങ്ങി പുറപ്പെട്ടു. കർത്താവ് വിളിച്ച് വേർതിരിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത് അബ്രഹാം അനുഗ്രഹിച്ചു, അനുസരിച്ചു. അത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ കാരണമായി തീർന്നു. 2, ഇവിടെ ദാവീദ് രാജാവ് വിളിച്ചു പറയുന്നു, രാജാവ് നിൻ്റെ ബലത്തിൽ സന്തോഷിക്കുന്നു. അതിൻ്റെ അർത്ഥം രാജാവിൻ്റെ ബലം കർത്താവാ, രാജാവിൻ്റെ ബലം കർത്താവാ. ഒരു ദൈവ പൈതൽ കർത്താവിനെ അനുസരിച്ച് അവൻ്റെ പിന്നാലെ വരുമ്പോൾ ബലം കർത്താവിൽ കണ്ടെത്തണം. കോരഹപുത്രന്മാർ പറയുന്നു, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ബലം നിന്നിലാണോ ഉള്ളത്? വഴിയിൽ വെച്ച് തളരത്തില്ല, വഴിയിൽ വെച്ച് തകർന്നു പോകത്തില്ല. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, കർത്താവേ, ഞങ്ങളുടെ ബലം നിന്നില്ല, യഹോവയെങ്കിലെ സന്തോഷമാണ് അവരുടെ ബലം. നോക്ക്, അതുകൊണ്ടാണ് ദാവീദ് രാജാവ് എല്ലായ്പ്പോഴും ദൈവത്തെ ആരാധിക്കുന്നത്. ദാവീദ് രാജാവിന് ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തെ ആരാധിക്കുന്നവർക്ക് അസാധാരണമായ ഒരു ബലം ദൈവം തന്നിരിക്കുന്നു. ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ ശിശുക്കളുടെ വായിൽ ബലം നിയമിച്ചിരിക്കുന്ന ദൈവം, സ്തുതി കൊടുത്ത ദൈവം ഇന്ന് പകൽക്കാലവും വിശ്വസ്തനായ ദൈവമത്രേ. രാജാവിൻ്റെ ബലം തൻ്റെ സൈന്യത്തിലല്ല, തൻ്റെ പേരിലല്ല, തൻ്റെ കൂടെയുള്ള കുതിരകളിലല്ല, തൻ്റെ ബലം മുഴുവനും കർത്താവായ യേശു കർത്താവിൻ്റെ നാമത്തിലത്രേ, യഹോവയുടെ നാമത്തിലാണ് ബലം. സ്വന്തം പേരിലോ സ്വന്തം കുതിരകളിലോ സ്വന്തം സൈന്യത്തിലോ ആശ്രയിപ്പാൻ അവർക്ക് പറ്റത്തില്ല. അവരുടെ ബലം കർത്താവിൻ്റെ നാമത്തിലാണ്. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. ഒരു ദൈവ പൈതലിൻ്റെ ബലം കർത്താവിൻ്റെ നാമമാണ്. അതുകൊണ്ട് ദാവീദ് രാജാവ് യുദ്ധത്തിന് ചെന്നപ്പോഴും പറഞ്ഞ ഒരു കാര്യം അതാ, നീ വേലും കുന്തവുമായി എൻ്റെ നേരെ വരുമ്പോൾ നീ നിന്ദിച്ച ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ വരുന്നു. ആ നാമത്തിൽ ജയക്കൊടിയുണ്ട്, ആ നാമത്തിൽ നിശ്ചയമായി സമാധാനവും സന്തോഷവുമുണ്ട്. ഇന്ന് രാവിലെയും നമുക്കും വിളിച്ചു പറയാം, നമ്മുടെ ബലം, നമ്മുടെ ശക്തി
കർത്താവിലാണ്. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കും. ഒന്ന്, അബ്രഹാമിനെ പോലെ വിളി കേട്ടിട്ട് കർത്താവിൻ്റെ പിന്നാലെ അനുസരിച്ച് ഇറങ്ങിപ്പുറപ്പെടുക. രണ്ട്, ദാവീദ് രാജാവിനെ പോലെ കർത്താവിനെ ആരാധിക്കുക. സ്തുതിയും സ്തോത്രത്തിനും ബഹുമാനത്തിനും യോഗ്യനായ ദൈവത്തെ അബ്ബാ, പിതാവേ എന്ന് വിളിച്ച് ആരാധിക്കുക. മൂന്ന്, ഹല്ലേലൂയ, നിൻ്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. നിൻ്റെ രക്ഷയിൽ കർത്താവിൻ്റെ രക്ഷ അനുഭവിച്ച വ്യക്തിയായിരിക്കണം. നീ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ? രക്ഷയുടെ സന്തോഷം ദൈവം നിന്നെ അണിയിക്കും. ഇന്ന് പകൽക്കാലവും നിങ്ങളുടെ വിലാപത്തെ നൃത്തമാക്കി മാറ്റുന്നവൻ, നിങ്ങളുടെ ജീവിത സാഹചര്യത്തെ മാറ്റുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. രക്ഷിക്കപ്പെട്ട വ്യക്തിയെങ്കിൽ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും. പൗലോസ് അപ്പോസ്തലൻ അതുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞത്, യേശുക്രിസ്തു പാപികളെ രക്ഷിക്കാൻ ഭൂമിയിൽ വന്നു. ഹല്ലേലൂയ, ആ പാപികളിൽ ഏറ്റവും പ്രമാണി ഞാനാ. ഇതാ വിശ്വസിക്കാൻ കൊള്ളാവുന്ന വചനം, അംഗീകരിക്കാൻ പറ്റിയ വചനം. ലോകത്തിൽ പാപികളെ രക്ഷിപ്പാനാണ് യേശു കർത്താവ് വന്നത്. ആ പാപികളിൽ ഏറ്റവും വലിയവൻ, ഒന്നാമൻ ഞാനായിരുന്നു. എന്നാൽ എന്നെ അതിനകത്തുനിന്ന് രക്ഷിച്ച് ഹല്ലേലൂയ ജയത്തോടെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. രക്ഷിക്കപ്പെടുവാൻ ഹല്ലേലൂയ കർത്താവായ യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. രാജാവിൻ്റെ രക്ഷ, രാജാവ് രക്ഷിക്കപ്പെട്ടത് കർത്താവ് കൊണ്ടാണ്, കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. അതുകൊണ്ട് ദൈവം നമ്മുടെ സാൽവേഷനായി തീരുമ്പോൾ, കർത്താവ് നമ്മുടെ ബലമായി തീരുമ്പോൾ, ഫിലിപ്പിയ കാരാഗൃഹത്തിലായിക്കോട്ടെ, ഏത് സ്ഥലത്തായിക്കോട്ടെ, അപ്പസ്തോലന് പറയാൻ ഒന്നേ ഉള്ളൂ, സന്തോഷിപ്പീൻ, കർത്താവിൽ സന്തോഷിപ്പീൻ, ഇടവിടാതെ കർത്താവിൽ സന്തോഷിപ്പീൻ എന്ന് വീണ്ടും 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 പറയാൻ സാധിക്കും. രാജാവിനെ അനുഗ്രഹ സമൃദ്ധിയാക്കി മാറ്റുന്ന ഹല്ലേലൂയ കാരണം ഇതൊക്കെയാണ്. ഒന്ന്, ഹല്ലേലൂയ അബ്രഹാമിനെ പോലെ വിളി കേട്ട് ഇറങ്ങിപ്പുറപ്പെടുക, അനുസരിക്കുക. അബ്രഹാമിനെ പോലെ വിളി കേട്ട് ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ അനുഗ്രഹം പ്രാപിക്കും. രണ്ട്, ദാവീദിനെ പോലെ കർത്താവിൽ ആരാധിച്ച് ബലം കണ്ടെത്തുക. മൂന്ന്, പൗലോസിനെ പോലെ രക്ഷയിൽ സന്തോഷിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളെ അനുഗ്രഹ സമൃദ്ധിയാക്കും. എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ അവൻ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.